നമ്മുടെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ വി സിംഗ് തീരുമാനിച്ച സമയത്ത് ഇവിടെ ഭയങ്കര കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ഇവിടെയല്ല വടക്കേറ്റ്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ഈ സംവരണ നയത്തിനെതിരായിട്ട് വലിയ പ്രതിഷേധം ഉണ്ടാക്കി ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന പോലുള്ള കലാപരിപാടികൾ സംഘടിപ്പിച്ചു. വലിയൊരു ക്രമസമാധാന പ്രശ്നമായിട്ട് ഉയർന്നു വന്ന സമയത്ത് ഇതിനെതിരെ അന്ന് കെ വേണുഗോപാലൻ അഭിഭാഷകൻ അദ്ദേഹം സുപ്രീം കോടതിയിൽ ഒരു റിട്ട് ഹർജി മൂവ് ചെയ്യും. സുപ്രീം കോടതി ഈ റിപ്പോർട്ട് നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യിച്ചു, പരിപൂർണമായിട്ട് സ്റ്റേ. അത് അവിടെ കിടന്നു. പിന്നീട് തൽപര കക്ഷികളിലെല്ലാം വാദം കേട്ട് കാലങ്ങൾക്ക് ശേഷം സുപ്രീം കോടതി മണ്ഡൽ കമ്മീഷൻ പ്രകാരമുള്ള OBC റിസർവേഷൻ സാധുവാണ്, ഭൂരിപക്ഷ തീരുമാനമാണ് എങ്കിൽ പോലും അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? സമരം ചെയ്ത വിദ്യാർത്ഥികൾ ഈ സ്റ്റേ കിട്ടിയപ്പോൾ സന്തോഷം സഹിക്കാൻ വയ്യാതെ സമരം നിർത്തി വീട്ടിൽ പോയി. അവർ ഇതോടെ മണ്ഡൽ കമ്മീഷൻ്റെ പണി കഴിഞ്ഞു. പണി കഴിഞ്ഞില്ല. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് സുപ്രീം കോടതി വിധി പ്രകാരം നടപ്പാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എന്ത് പറ്റി? സമരം ചെയ്ത ആളുകൾ വിട്ടികളായി. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പുല്ലുപോലെ നടപ്പായി. ആർക്കും ഒരു ആക്ഷേപത്തിനും ഇടയില്ലാതെ. നേരെ മറിച്ച് സർക്കാർ തീരുമാനപ്രകാരം അങ്ങ് നടപ്പാക്കിയിരുന്നെങ്കിൽ വലിയ പ്രതിഷേധവും പ്രകടനവും ബഹളവും കുണ്ടാമണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. കോടതി വിധി നടപ്പാക്കുമ്പോൾ ആ രീതിയിലുള്ള തർക്കത്തിനോ വഴക്കിനോ പുക്കാറിനോ യാതൊരു സാധ്യതയും ഇല്ലണ്ടായി. ഡൽഹിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉത്തരേന്ത്യൻ നഗരത്തിലോ ഒരു വിദ്യാർത്ഥി സംഘടനയും സുപ്രീം കോടതി വിധിക്കെതിരെ സമരം ചെയ്യുകയോ സുപ്രീം കോടതി ജഡ്ജിമാരുടെ കോലം കത്തിക്കുകയോ അവരെ പ്രതീകാത്മകമായി യമുന നദിയിൽ ഒഴുക്കുകയോ ഒന്നും ഉണ്ടായില്ല. ഇത് തന്നെയാണ് മറ്റ് പല കേസുകളിലും സംഭവിച്ചത്. ഞാനിപ്പോൾ അതിൻ്റെ വിവരമൊന്നും എണ്ണി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അയോധ്യ കേസിൽ എന്ത് സംഭവിച്ചു, ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവിക്ക് എന്ത് സംഭവിച്ചു, മറ്റ് പല കേസുകളിലും എന്ത് സംഭവിച്ചു നമുക്കറിയാം. സവർണ സംവരണം, അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സവർണ സമുദായത്തിൽപ്പെട്ട അംഗങ്ങൾക്ക് 10% റിസർവേഷൻ കൊടുക്കാനുള്ള വ്യവസ്ഥ, അതിനെതിരെ നടന്ന സമരവും പിന്നീടുണ്ടായ കോടതി വിധി, ഇതൊക്കെ നമുക്കറിയാം. വഖഫിൻ്റെ കാര്യത്തിൽ അന്തിമ വിധി കുറേ ദൂരെയാണ്. അത് വന്നാൽ മാത്രമേ അതിൻ്റെ വിധിയെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. ഈ കോടതിയുടെ വിധിയെക്കുറിച്ച് ആർക്കും ഒരു പ്രവചനവും ഒരു സമയത്ത് നടത്താൻ പറ്റുകയില്ല. ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ഒരു വചനം ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്കറിയാത്തത് 4 ഉണ്ട് എന്നാണ്. അത് ആകാശത്ത് പരുന്തിൻ്റെ വഴി, സമുദ്രം മധ്യേ കപ്പലിൻ്റെ വഴി, പാറപ്പുറത്ത് പാമ്പിൻ്റെ വഴി, സ്ത്രീയോടൊപ്പം പുരുഷൻ്റെ വഴിയും അത്രേ എന്നാണ് ബൈബിളിൽ പറഞ്ഞത്. ആ കൂട്ടത്തിൽ ഈ കോടതിയിലെ ജഡ്ജിമാരുടെ വഴിയും എന്നുകൂടി ചേർത്താൽ സംഗതി കൃത്യമായി. ഇതിനൊന്നും യാതൊരു പ്രവചനവും സാധ്യമല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.